നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം. തൊടുപുഴയിൽ 7 വയസ്സുകാരനെ മർദ്ദിച്ച കേസിലെ പ്രതി അരുൺ ആനന്ദ് കോബ്ര എന്ന ഇരട്ടപ്പേരുള്ള മാരകമായ വിഷസ്വഭാവമുള്ള ഏവരെയും ഭയപ്പെടുത്തുന്ന വ്യക്തിയെന്ന് പോലീസ് അന്വേഷണത്തിൽ പറയുന്നു. കൊലക്കേസ് ഉൾപ്പെടെ 7 കേസുകളിൽ പ്രതിയായ ഇയാൾ തലസ്ഥാനത്തുണ്ടായിരുന്ന സമയത്ത് നഗരത്തിലെ പല കുപ്രസിദ്ധ ഗുണ്ടകളുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നതായി പോലീസ് വൃത്തങ്ങൾ പറയുന്നു. ഇയാൾ മറ്റു ജില്ലകളിലെ കേസുകളിൽ പ്രതിയാണോ എന്ന കാര്യം പോലീസ് അന്വേഷിച്ചു വരികയാണ്. മദ്യത്തിന്റെയും ലഹരിയുടെയും ബലത്തിൽ എന്തും കാണിക്കുന്ന ആളായിരുന്നു അരുണെന്നും പോലീസ് പറഞ്ഞു. മൃഗീയമായ സ്വഭാവമുള്ള ആൾ സ്ത്രീകളോടും കുട്ടികളോടും വളരെ മൃഗീയമായിരുന്നു പെരുമാറിയിരുന്നത്. മ്യൂസിയം സ്റ്റേഷനിൽ 3 ക്രിമിനൽ കേസുകളും ഫോർട്ടിൽ 2ഉം വലിയതുറയിൽ 1ഉം വിഴിഞ്ഞം സ്റ്റേഷനിലും കേസുകളുണ്ട്. വധശ്രമം, അടിപിടി, പണം തട്ടൽ, ഭീഷണി തുടങ്ങിയവ ഹോബിയാക്കി മാറ്റിയ അരുൺ ശത്രുത തോന്നിയ ക്രൂരമായി ആക്രമിക്കുന്നതും പതിവാക്കിയിരുന്നു. ബാങ്ക് ജീവനക്കാരായിരുന്നു അരുണിന്റെ മാതാപിതാക്കൾ. സഹോദരൻ സൈനികനും. സർവീസിലിരിക്കവേ അച്ഛൻ മരണപ്പെട്ടതിനെ തുടർന്ന് ആശ്രിത നിയമനത്തിൽ 1 വർഷം ജോലി ചെയ്തു. ഇത് ഉപേക്ഷിച്ച് തിരികെ നാട്ടിലെത്തി ഇവിടെയുള്ള കുപ്രസിദ്ധ ഗുണ്ടയുമായി ചേർന്ന് മണൽ കടത്ത് ആരംഭിക്കുകയായിരുന്നു. ഇതിനു പിന്നാലെ പണത്തിനായി ലഹരി കടത്തലിലും ഇയാൾ പങ്കാളിയായി. നഗരത്തിലെ 4 പോലീസ് സ്റ്റേഷനുകളിലായി 7 കേസുകളാണ് ഇയാൾക്കെതിരെയുള്ളത്. കുട്ടികളോട് വലിയ അടുപ്പം കാണിച്ചാണ് ഇയാൾ യുവതിയുമായി ബന്ധമുണ്ടാക്കിയെടുത്തത്. ഭർത്താവിന്റെ ആത്മാവ് തന്നോടൊപ്പം ഉള്ളതായി ഇയാൾ യുവതിയെ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചിരുന്നതായി യുവതി മൊഴി നൽകി. കുട്ടികളെ കാണാതിരിക്കാൻ വയ്യെന്ന പേരിൽ അടുത്തുകൂടി വിശ്വാസം നേടിയെടുത്തതോടെ യുവതി ബന്ധുക്കളുടെ എതിർപ്പ് മറികടന്ന് ഇയാളുമായി അടുപ്പം സ്ഥാപിക്കുകയായിരുന്നു. ഭർത്താവ് മരിച്ച 6 മാസം കഴിയുന്നതിന് മുൻപായി ഒളിച്ചോടിയ യുവതിയും അരുണും പേരൂർക്കടയിൽ വാടകയ്ക്ക് താമസിച്ചു വരികയാണ്. പേരൂർക്കട സ്കൂളിൽ പഠിച്ചിരുന്ന ഇപ്പോൾ ആക്രമണത്തിന് വിധേയനായ കുട്ടി ഒറ്റയ്ക്കാണ് സ്കൂളിൽ എത്തിയിരുന്നത്. ബന്ധം സ്കൂളിൽ ചർച്ചയായതോടെ കുട്ടിയുടെ അമ്മ നേരിട്ടെത്തി സ്കൂളിൽ നിന്ന് TC വാങ്ങുകയായിരുന്നു. 7 വയസ്സുകാരനെ മർദ്ദിച്ച കേസിൽ ബാലാവകാശ കമ്മീഷനും ഇയാൾക്കെതിരെ കേസെടുത്തു. ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്.